ഷിബു മീരാൻ, ഇപ്പോൾ വോട്ടപ്പട്ടികയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, തങ്ങളുടെ പേര് വോട്ടപ്പട്ടികയിൽ ഇല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും അതിനുള്ള സമയം എത്ര തവണ സമീപിക്കാമെന്നുള്ള കാര്യം കെ സുരേന്ദ്രൻ പറയുകയുണ്ടായി. പക്ഷേ ബീഹാറിലെ 4 വോട്ടർമാരുമായിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി എത്തിയത്. അവർ പറയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്തതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവർ വോട്ടർ പട്ടികയിലില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച പരാതി 2ഉം 3ഉം തവണ BLM വരെ കണ്ട കാര്യം പറയുന്നു. പക്ഷേ ഇത്തവണയില്ല, അത് ശരിയാക്കിയെടുക്കാൻ സമയം ആകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാനാകില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഈ SIR തന്നെ ഈ വോട്ട് ചോരിക്കുള്ള ആയുധമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണോ? ഇപ്പോൾ സന്തോഷ് കുമാർ MP പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഇത് രാഹുൽ ഗാന്ധി കൊണ്ടുവരുന്ന തെളിവുകൾക്ക് ഇന്ത്യ മുന്നണി ഒപ്പമുണ്ട്? തീർച്ചയായും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പോരാട്ടം, അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണോ എന്ന ഒരു ചോദ്യം ചോദിക്കുന്ന BJP പ്രതിനിധിയുടെ ചോദ്യം നമുക്ക് ആദ്യഘട്ടത്തിൽ അത് ന്യായമാണെന്ന്. പക്ഷെ എൻ്റെ തിരിച്ചുള്ള ഒരു ചോദ്യം, രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ BJP എന്തുകൊണ്ട് ഒറ്റയ്ക്കായി പോകുന്നു? BJPയുടെ കൂടെയും വേറെ സഖ്യകക്ഷികളുണ്ടല്ലോ, അവരാരും ഇതിനെ ന്യായീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഒരു വാർത്താ സമ്മേളനം വിളിച്ചതിന് മറുപടി പറയാൻ പല സന്ദർഭത്തിലും ധൈര്യപ്പെടുന്നില്ല. രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടികയുടെ കസ്റ്റോഡിയനായ ഈ ജനാധിപത്യത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യം ഭരണഘടനാപരമായി തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഏജൻസിയോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ രാജ്യത്തെ മറ്റൊരു പാർട്ടിക്കും താല്പര്യമില്ലാത്ത വണ്ണം BJP പ്രതിനിധികൾ ചാടി വീഴുമ്പോൾ, ഒരു കേന്ദ്രമന്ത്രി തന്നെ രംഗത്ത് വരുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന കാര്യം വളരെ കൃത്യമായി വ്യക്തമാവുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒറ്റക്കാണോ എന്ന ചോദ്യത്തെക്കാൾ ഉച്ചത്തിൽ മുഴങ്ങേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ BJP മാത്രം മുന്നോട്ട് വരുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ സ്വഭാവം എന്താണ്? നിങ്ങൾ ഒരു മുന്നണിയിലെ സഖ്യകക്ഷികളാണോ എന്നതാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റക്കാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ബീഹാറിൽ ഈ SIR നടപ്പാക്കപ്പെടുന്നു. വോട്ട് ചോരിയുടെ 1ഉം 2ഉം വാർത്താ സമ്മേളനങ്ങൾ രാഹുൽ ഗാന്ധി നടത്തുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നൊരു കാഴ്ച, ജൻ അധികാർ യാത്ര എന്ന പേരിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള യാത്ര, അത് തേജസ്വി യാദവാണ് അദ്ദേഹത്തോടൊപ്പം നയിച്ചത്. ഈ സന്ദർഭത്തിലും ഈ വോട്ട് ചോരിയുടെ രാഷ്ട്രീയത്തെ ശക്തമായി ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നാളെ സംസ്ഥാനം ആദ്യഘട്ട പോളിംഗിലേക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തും. നമ്മളിവിടെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹം ഈ വിഷയം വളരെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു വിഷയം എന്നതിനപ്പുറത്ത് നമ്മൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കാണോ അല്ലേ എന്ന് ചോദ്യം ചോദിക്കുന്നതാണ്. നമ്മളൊക്കെ, ഞാനും സ്മൃതിയും ഒക്കെ ഉറച്ചു വിശ്വസിക്കുകയാണല്ലോ, നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നു. ഒരു തുല്യമായി എല്ലാ കക്ഷികൾക്കും അവസരമുള്ള ഒരു ഫീൽഡിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന ബോധ്യത്തിലും വിശ്വാസത്തിലുമാണല്ലോ സ്മൃതി ഞാനും നിങ്ങളും ഒക്കെ ആ പ്രക്രിയയുടെ ഭാഗമാകുന്നത്. പക്ഷെ ഇവിടെ അതിനെ അട്ടിമറിക്കുന്നു എന്ന അദ്ദേഹം ഇവിടെ ചുമ്മാ ഒരു രാഷ്ട്രീയ ആരോപണം എന്ന നിലക്ക് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞു പോവല്ല. എന്താണ് അദ്ദേഹം വളരെ കൃത്യമായി ചില ചിത്രങ്ങൾ, ചില സ്ത്രീകളുടെ 200 ഒരു സ്ത്രീ വോട്ട് ചെയ്യുന്നു, ബ്രസീലിലെ ഒരു മോഡലിന്റെ പേരിൽ 10-22 വോട്ടുകൾ ചേർക്കുന്നു. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി പറയാണ്, വോട്ട് വീടില്ലാത്ത ആളുകൾക്കാണ് ഞങ്ങൾ ഈ 0 നമ്പർ വീട്ടു നമ്പർ കൊടുക്കുന്നതെന്ന്. എന്നാൽ 0 നമ്പർ വീട്ടു നമ്പർ ചേർത്ത് 100 വോട്ടുകൾ ചേർത്ത എന്ന് പറഞ്ഞാൽ കൃത്യമായും ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്, കബി സടക്കെ കിനാരെ കബി പൂൾ കെ നീച്ചെ, കബി വിളക്കുകാലിന്റെ താഴെ ട്രാഫിക് സിഗ്നലിനടുത്ത് റോഡിന്റെ അരികിലൊക്കെ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് ഞങ്ങൾ ഈ 0 നമ്പർ വീട്ടു നമ്പറിൽ വോട്ട് ചേർക്കാൻ അവസരം കൊടുത്തതെന്ന് പറയുമ്പോൾ നരേന്ദർ എന്ന് പേരുള്ള 0 നമ്പർ വീട്ടിൽ 19 വോട്ടുകൾ ചേർത്ത ഒരാളിന്റെ 2 നില കെട്ടിടം രാഹുൽ ഗാന്ധി കാണിക്കുന്നു. മരിച്ചുപോയി എന്ന് വെട്ടിമാറ്റപ്പെട്ട മനുഷ്യരെ പച്ച ജീവനോടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ മാധ്യമങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നു. ആ മനുഷ്യർ വന്നു നിൽക്കുന്നത് എൻ്റെ സ്മൃതിയുടെ ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസാക്ഷിയുടെ മുന്നിലാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് അദ്ദേഹം ബോംബ് പൊട്ടിയില്ല എന്തൊക്കെയോ പറയുകയാണ്. തെരഞ്ഞെടുപ്പുകൾ തോൽക്കുന്നു, അതുകൊണ്ട് പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നതൊന്നും നമ്മൾ കേൾക്കേണ്ട എന്നാണ്. ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരേ സമയം 2 മണ്ഡലത്തിൽ മത്സരിക്കുക, എന്നിട്ട് 2 മണ്ഡലത്തിലും ഒരേ സമയത്ത് ഇവിടേക്ക് പറന്ന് നടന്ന് തോക്കുക, എന്നിട്ടും അദ്ദേഹം ആ ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലേ? അവർ ജനാധിപത്യത്തിൽ അവരുടേതായ അഭിപ്രായം. അപ്പോൾ വിജയത്തിൻ്റെയോ തോൽവിയുടെയോ പ്രശ്നമല്ല, ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ മൗലികമായ നിഷ്പക്ഷതയെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. ഈ രാജ്യത്ത് 138 കോടി മനുഷ്യർ, അതിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഞാനൊരു ജനാധിപത്യ രാജ്യത്തിലെ വോട്ടറാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സാക്ഷി നിർത്തി വിശ്വസിക്കുന്ന 98
98 കോടി മനുഷ്യർ. ആ 98 കോടി മനുഷ്യരുടെ വിശ്വാസത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചതിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ജനാധിപത്യത്തെ അതിന്റെ കാവൽക്കാരാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നുണ്ടോ? കാവൽക്കാർ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരാച്ചാരായി മാറുന്നുണ്ടോ എന്ന മൗലികമായ ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ശരി, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്, കൃത്യമായി ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തേടുന്നത് എന്നുള്ളതാണ്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എന്റെ അതെ, ആ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം എന്റെ രാജ്യത്തിന്റെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിച്ചാൽ കൃത്യമായ മറുപടി പറയേണ്ടുന്ന ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതിന് പോയിന്റ് ആയിട്ട് അവർ മറുപടി പറയണം. ഒരാളിന്റെയും മറുപടി ഞങ്ങൾക്ക് സ്വീകാര്യം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.